ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് അടുത്ത ദിവസം നടക്കുന്ന അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എഴുതുന്ന പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടിയുള്ള കുറച്ച് ഷുവർ ഷോട്ട് കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പം ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫെയർ ചോദ്യങ്ങൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, അതാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് നോക്കാം, പെട്ടെന്ന് തന്നെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 2025 51ാമത് G7 ഉച്ചകോടിയുടെ വേദി എവിടെയാണ് വേദി? കാനഡയിലാണ് കേട്ടോ. അപ്പം നോട്ട് ചെയ്തോണേ, 2025 51ാമത് G7 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? കാനഡയിലാണ് കേട്ടോ. അപ്പോൾ G7 ഉച്ചകോടി 2026 എവിടെയാണെന്ന് PSC ചോദിച്ചാൽ ഫ്രാൻസിലാണ് കേട്ടോ. അപ്പോൾ കണക്ട് ചെയ്ത് പഠിച്ചോണേ, 2025 51ാമത് G7 ഉച്ചകോടിയുടെ വേദി 2025 കാനഡയാണ്. 2026 G7 ഉച്ചകോടി വേദി ഫ്രാൻസ് ആണ് കേട്ടോ. അതോടൊന്ന് കണക്ട് ചെയ്തോണം. അതുപോലെ തന്നെ 2025 റിപ്പോ നിരക്ക് പ്രകാരം പുതിയ റിപ്പോ നിരക്ക് എത്ര എന്നാണ് ചോദിക്കുന്നത്? 5.5% ആണ്, 5.5% കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ പറയാം, 2025 റിപ്പോ നിരക്ക് പ്രകാരം പുതിയ റിപ്പോ നിരക്ക് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? 5.5% ആണ് കേട്ടോ. സ്ഥിരമായിട്ട് PSC ചോദിക്കാറുള്ളതാണ് റിപ്പോ നിരക്ക് എത്ര എന്നുള്ളത്, നോട്ട് ചെയ്ത് വെച്ചോണേ. പിന്നെ അടുത്തത് 2025 IPL കിരീടം നേടിയ ടീം ഏതാണ്? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണ് കേട്ടോ. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ ആദ്യ കിരീടമാണ് 2025 അവർ നേടിയത് കേട്ടോ. പഞ്ചാബ് കിങ്സിനെ തോൽപ്പിച്ചാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ കിരീടം നേടിയത്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ ക്യാപ്റ്റൻ ആരാന്ന് ചോദിച്ചാൽ പറയണം, രജിത് പട്ടീദാറാണ് കേട്ടോ. രജിത് പട്ടീദാറാണ്. ക്ലിയർ ആണ്? അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. 2025 ജൂണിൽ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ട ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. MSC ഐറീനയാണ് കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്തോണം, 2025 ജൂണിൽ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ട ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ ഏതാണെന്ന് ചോദിച്ചു പറയുന്നത് MSC ഐറീനയാണ് കേട്ടോ. ക്ലിയർ ആണ്? അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലുമാണ്. 2025 ജൂണിൽ അറബിക്കടലിൽ തീ പിടിച്ച കപ്പൽ ഏതാണ്? MV വാൻഹായ് 503 ആണ് കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്തോണേ, നമ്മുടെ പത്രത്തിലൊക്കെ സ്ഥിരമായിട്ട് ന്യൂസിൽ വന്നൊരു ഒരു ന്യൂസായിരുന്നു ഇത്. അറബിക്കടലിൽ കപ്പൽ തീ പിടിച്ചതിൻ്റെയൊക്കെ ന്യൂസ് വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ന്യൂസാണ്. അപ്പം വളരെ ഇമ്പോർട്ടൻറ്റുമാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലുമാണ്. അപ്പം നോട്ട് ചെയ്ത് പഠിച്ചോണേ, 2025 ജൂണിൽ അറബിക്കടലിൽ തീ പിടിച്ച കപ്പൽ ഏതാണെന്ന് ചോദിച്ചാൽ പറയണം MV വാൻഹായ് 503 കേട്ടോ. നമ്പർ ഓർത്ത് നോക്കണേ, MV വാൻഹായ് 503 കപ്പലാണ് നമ്മുടെ 2025 ജൂണിൽ അറബിക്കടലിൽ തീ പിടിച്ചത് കേട്ടോ. നോട്ട് ചെയ്തോണേ. അടുത്തത് മാലിദ്വീപ് ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറായ ഇന്ത്യൻ നടി ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? കത്രീന കൈഫാണ് കേട്ടോ. ക്ലിയർ ആണ്? മാലിദ്വീപ് ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആരാണ് ആയിട്ട് അടുത്തിടെ നിയമിതയായത്? ആരാണ്? കത്രീന കൈഫ്. ക്ലിയർ ആണ്? അടുത്തത് നമുക്ക് നോക്കാം. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന ഇൻ്റർനെറ്റ് റേഡിയോ ഏതാണ്? റേഡിയോ നെല്ലിക്ക. പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് വളരെയധികം കൂടുതലാണ് കേട്ടോ. നോട്ട് ചെയ്തോണേ, സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന ഇൻ്റർനെറ്റ് റേഡിയോ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? റേഡിയോ നെല്ലിക്ക കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചോണേ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ടെസ്ലയുടെ ഹ്യൂമനോയിഡ് റോബോട്ട് പദ്ധതി തലപ്പത്ത് എത്തിയ ഇന്ത്യക്കാരൻ ആരാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അശോക് എള്ളുസ്വാമിയാണ് കേട്ടോ. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? ടെസ്ലയുടെ ഹ്യൂമനോയിഡ് റോബോട്ട് കേട്ടോ. നോട്ട് ചെയ്തോടെ, ടെസ്ലയുടെ ഹ്യൂമനോയിഡ് റോബോട്ട് പദ്ധതി തലപ്പത്ത് എത്തിയ ഇന്ത്യക്കാരൻ ആരാന്ന് ചോദിച്ചാൽ പറയണം അശോക് എള്ളുസ്വാമി കേട്ടോ. അടുത്ത നമുക്ക് നോക്കാം. ഇന്ത്യയുടെ ആദ്യ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവിഴപ്പുറ്റും നിലവിൽ വരുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് കേട്ടോ. അപ്പോൾ എന്താണ്? ഇന്ത്യയുടെ ആദ്യ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവിഴപ്പുറ്റും നിലവിൽ വരുന്നത് മഹാരാഷ്ട്രയിലാണ് കേട്ടോ. അടുത്ത നമുക്ക് നോക്കാം. 2025 ഡോക്ടർ സുകുമാർ അഴീക്കോട് അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ ഷാജി പ്രഭാകറാണ് കേട്ടോ. അപ്പോൾ എന്താണ്? 2025 ഡോക്ടർ സുകുമാർ അഴീക്കോട് അവാർഡ് ലഭിച്ച ആർക്കാണ്? ഡോക്ടർ ഷാജി പ്രഭാകറാണ് കേട്ടോ. ഈ ഡോക്ടർ ഷാജി പ്രഭാകർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു പ്രമുഖ ന്യൂറോളജിസ്റ്റും സാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനുമാണ് കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്തോണേ, ഡോക്ടർ ഷാജി പ്രഭാകർ ആരാണ്? അദ്ദേഹം ഒരു പ്രമുഖ ന്യൂറോളജിസ്റ്റും സാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനുമാണ്. ക്ലിയർ ആണ്? അടുത്ത നമുക്ക് നോക്കാം. വ്യക്തികളിൽ നിന്ന് ആദായ നികുതി ഈടാക്കുന്ന ആദ്യ ഗൾഫ് രാജ്യം ഏതാണ്? ഒമാനാണ് കേട്ടോ. നോട്ട് ചെയ്തോണേ, ഒമാനാണ്. അപ്പോൾ എന്താണ്? വ്യക്തികളിൽ നിന്ന് ആദായ നികുതി ഈടാക്കുന്ന ആദ്യത്തെ ഗൾഫ് രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ പറയണം ഒമാൻ.
അടുത്ത നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഇനി വരുന്ന പരീക്ഷകളിൽ സ്ഥിരമായിട്ട് ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു കറണ്ട് അഫെയറുമാണ്. ഇന്ത്യയിൽ അതിദരിദ്രരില്ലാത്ത ആദ്യ ജില്ല ഏതാണ്? കോട്ടയമാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഇന്ത്യയിൽ അതിദരിദ്രരില്ലാത്ത ആദ്യ ജില്ല ഏതാണ്? കോട്ടയമാണ്. നമ്മുടെ കോട്ടയം ജില്ലയാണ് കേട്ടോ. നോട്ട് ചെയ്തോണേ. റെയിൽവേ ട്രാക്കിൽ അപകടം ഒഴിവാക്കാൻ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച ആപ്ലിക്കേഷനാണ് ദോസ്ത് കേട്ടോ. ദോസ്ത് ആപ്ലിക്കേഷൻ. അപ്പോൾ എന്താണ്? റെയിൽവേ ട്രാക്കിൽ അപകടം ഒഴിവാക്കാൻ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച ആപ്ലിക്കേഷൻ്റെ പേരെന്താണ്? ദോസ്ത്. അടുത്തതിലോട്ട് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കുന്ന കുടുംബശ്രീയുടെ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? ജീവൻ ദീപം ഒരുമയാട്ടോ. ജീവൻ ദീപം ഒരുമ കേട്ടോ. അപ്പോൾ എന്താണ്? അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കുന്ന കുടുംബശ്രീയുടെ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? ജീവൻ ദീപം ഒരുമയാണ് കേട്ടോ. ക്ലിയർ ആണ്. അടുത്തത് 78ാമത് സന്തോഷ് ട്രോഫി കിരീടം നേടിയതാരാണ്? പശ്ചിമ ബംഗാളാണ് കേട്ടോ. നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിലെല്ലാം പഠിച്ചാണ്. 78ാമത് സന്തോഷ് ട്രോഫി കിരീടം നേടിയതാരാണ്? പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാളിൻ്റെ 33ാമത്തെ സന്തോഷ് ട്രോഫി കിരീടമാണ്. അതുപോലെ തന്നെ പശ്ചിമ ബംഗാൾ കേരളത്തെ തോൽപ്പിച്ചാണ് സന്തോഷ് ട്രോഫി കിരീടം 78ാമത് ഉയർത്തിയത് കേട്ടോ. അതുകൊണ്ട് ഒന്ന് ഓർത്തിക്കണേ. റണ്ണറപ്പായിട്ട് വന്നത് കേരളമാണ്, നമ്മുടെ കേരളമാണ്. അടുത്തത് 2025 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം ഏതാണ്? ആരോഗ്യകരമായ തുടക്കങ്ങൾ, പ്രതീക്ഷാജനമായ ഭാവികൾ. നോട്ട് ചെയ്തോടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ എന്താണ് 2025 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ആരോഗ്യകരമായ തുടക്കങ്ങൾ, പ്രതീക്ഷാജനമായ ഭാവികൾ. ക്ലിയർ ആണ്. അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി ഇ വോട്ട് രേഖപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? ബീഹാർ സംസ്ഥാനമാണ് കേട്ടോ. അപ്പോൾ എന്താണ്? ഇലക്ട്രോണിക് വോട്ടിംഗ് ആണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് ആണ്. അപ്പം ഇന്ത്യയിൽ ആദ്യമായി ഇ വോട്ട് രേഖപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? ബീഹാറാണ് കേട്ടോ. ബീഹാർ. അടുത്തത് പി കേശവദേവ് സ്മാരക ട്രസ്റ്റിൻ്റെ 2025 സാഹിത്യ പുരസ്കാരത്തിന് അർഹനായതാരാണ്? ശശി തരൂരാണ്. അപ്പോൾ എന്താണ്? പി കേശവദേവ് സ്മാരക ട്രസ്റ്റിൻ്റെ 2025 സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ ശശി തരൂരാണ് കേട്ടോ. ശശി തരൂർ MP ആണ് കേട്ടോ. അപ്പോൾ ശശി തരൂരിന് ഏതൊക്കെ കൃതികളിലൂടെയാണ് ഈ ഒരു അവാർഡ് ലഭിച്ചതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണം. ആ കൃതികളുടെ പേര് ഞാൻ പറയാം, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. വൈ ഐ ആം എ ഹിന്ദു, അതുപോലെ തന്നെ ദ ബാറ്റിൽ ഓഫ് ബിലോങ്ങിങ് കേട്ടോ. അപ്പോൾ എന്താണ് ഞാൻ ഒന്നുകൂടെ പറയാം. പി കേശവദാസ് സ്മാരക ട്രസ്റ്റിൻ്റെ 2025 സാഹിത്യ പുരസ്കാരത്തിന് അർഹനായതാരാണ്? ശശി തരൂർ. കൃതികൾ ഏതൊക്കെയാണ്? വൈ ഐ ആം എ ഹിന്ദു, അതുപോലെ തന്നെ ദ ബാറ്റിൽ ഓഫ് ബിലോങ്ങിങ്. ക്ലിയർ ആണ്. അടുത്തത് നിലവിലെ ഇന്ത്യയുടെ ക്യാബിനറ്റ് സെക്രട്ടറി ആരാണ്? ടി വി സോമനാഥനാണ്. നിലവിലെ ഇന്ത്യയുടെ ക്യാബിനറ്റ് സെക്രട്ടറി ആരാണ്? ടി വി സോമനാഥനാണ്. നമ്മൾ കേരളം പദവികൾ, ഇന്ത്യ പദവികൾ എല്ലാം ക്ലാസ് നമ്മൾ അടുത്തിടെ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ട്. മാക്സിമം ആൾക്കാർ നിങ്ങളെല്ലാം കണ്ടിട്ട് തന്നെ പരീക്ഷയ്ക്ക് പോകണം. അതിനകത്തുനിന്ന് ഉറപ്പായിട്ടും ഈ പദവികളിൽ നിന്ന് ഒരു മാർക്ക് ഷുവറായിട്ടും ചോദിക്കും, കേരളത്തിൻ്റെ ഇന്ത്യയുടെ. അപ്പോൾ മാക്സിമം നോക്കിയിട്ട് പോണേ. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞത്? എന്താണ് നിലവിലെ ഇന്ത്യയുടെ ക്യാബിനറ്റ് സെക്രട്ടറി ആരാണ്? ടി വി സോമനാഥൻ. ക്ലിയർ ആണ്. അടുത്തത് 2025-26 കേരള സംസ്ഥാന ബജറ്റ് 2025 ഫെബ്രുവരി 7 ആരാണ് അവതരിപ്പിച്ചത്? നമുക്കെല്ലാവർക്കും അറിയാം, KN ബാലഗോപാലാണ്. KN ബാലഗോപാൽ ഫിനാൻസ് മിനിസ്റ്ററാണ്. കേരളത്തിലെ ഫിനാൻസ് മിനിസ്റ്ററാണ് KN ബാലഗോപാൽ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നിയമസഭാ മണ്ഡലം വരുന്നത് കൊട്ടാരക്കരയാണ്. അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. അടുത്ത നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2025 മെയ്യിൽ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ലഭിച്ച ബാഡ്മിൻ്റൺ കളിക്കാർ ആരൊക്കെയെന്നാണ് ചോദിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. സാദിക് റെങ്കിറെഡ്ഡിയും ചിരാഗ് ഷെട്ടിയുമാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. 2025 മെയ്യിൽ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ലഭിച്ച ബാഡ്മിൻ്റൺ കളിക്കാർ ആരൊക്കെയാണ്? സാദിക് റെങ്കിറെഡ്ഡിയും ചിരാഗ് ഷെട്ടിക്കുമാണ് 2025 മെയ്യിൽ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ലഭിച്ച ബാഡ്മിൻ്റൺ താരങ്ങൾ. ക്ലിയർ ആണ്. നോട്ട് ചെയ്ത് വെച്ചാണ് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ളൊരു ചോദ്യമാണ്. അടുത്തത് ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി 2025 ICC അണ്ടർ-19 വനിതാ T20 ലോകകപ്പ് നേടിയ ടീം ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ്. നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ എന്താണ്? ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി 2025 ICC അണ്ടർ-19 വനിതാ T20 ലോകകപ്പ് നേടിയ ടീം ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. അണ്ടർ-19 വനിതാ T20 ലോകകപ്പാണ്, ഇന്ത്യയാണ്. ഈ ലോകകപ്പ് അണ്ടർ-19 വനിതാ T20 ലോകകപ്പ് നടന്നത് മലേഷ്യയിലാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതിയേ. അടുത്ത നമുക്ക് നോക്കാം. അടുത്തിടെ വാർത്തകളിൽ കണ്ട NPS വാത്സല്യ പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ് അടുത്തിടെ വാർത്തകളിൽ കണ്ട NPS വാത്സല്യ പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? പ്രാഥമിക ലക്ഷ്യം എന്താണ്?
പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ സാമ്പത്തിക ഭാവിക്കും അവരുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തിനും വേണ്ടി ഒരു നിക്ഷേപം കണ്ടെത്തുക എന്നതാണ് കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്തോണേ. എന്താണ് ക്വസ്റ്റ്യൻ എന്ന് പറയാം. അടുത്തിടെ വാർത്തകളിൽ കണ്ട NPS വാത്സല്യ പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ സാമ്പത്തിക ഭാവിക്കും അവരുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തിനും വേണ്ടി ഒരു നിക്ഷേപം നടത്തുക എന്നതാണ് NPS വാത്സല്യയുടെ പദ്ധതിയുടെ ഇത് വരുന്നത്. പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെയാണ്. നോട്ട് ചെയ്തോണേ. അതുപോലെ തന്നെ നിലവിലെ ISRO ചെയർമാൻ ആരാണ്? V നാരായണനാണ് നിലവിലെ ISRO ചെയർമാനായിട്ട് വരുന്നത്. അടുത്തിടെ രാത്രിയിൽ ദൃശ്യമായ 1,60,000 വർഷത്തിലൊരിക്കൽ മാത്രം കാണാനാകുന്ന വാൽനക്ഷത്രം ഏതാണ്? കോമറ്റ് G3 ആണ് കേട്ടോ. കോമറ്റ് G3 ആണ്. അപ്പോൾ നോട്ട് ചെയ്തോണേ. അടുത്തിടെ രാത്രിയിൽ ദൃശ്യമായ 1,60,000 വർഷത്തിലൊരിക്കൽ മാത്രം കാണാനാകുന്ന വാൽനക്ഷത്രം ഏതാണെന്ന് ചോദിച്ചാൽ പറയണം കോമറ്റ് G3. കോമറ്റ് G3 ആണേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. കേരളത്തിൻ്റെ ഓട്ടോമോട്ടീവ് ടെക്നോളജി സമ്മിറ്റ് വേദി ഏതാണ്? തിരുവനന്തപുരമാണ്. അപ്പോൾ എന്താണ്? കേരളത്തിൻ്റെ ഓട്ടോമോട്ടീവ് ടെക്നോളജി സമ്മിറ്റിൻ്റെ വേദി എവിടെയാണ്? തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം. ലോക സാമ്പത്തിക ഉച്ചകോടി വേദി 2025 എവിടെയാണ്? ദാവോസ്, സ്വിറ്റ്സർലൻഡിലെ ദാവോസിലാണ് ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ 2025 വേദി കേട്ടോ. അടുത്തത് മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള 97ാമത് ഓസ്കാർ നേടിയത് ഏത് ചിത്രമാണ്? ഐ ആം സ്റ്റിൽ ഹിയർ ആണ് കേട്ടോ. ഐ ആം സ്റ്റിൽ ഹിയർ ആണ്. ബ്രസീലിയൻ ഭാഷയിലുള്ള ചിത്രമാണ് കേട്ടോ. അപ്പോൾ 97 ഓസ്കാർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 മാർക്ക് ഷുവർ ആണ്. ഓസ്കാറിൻ്റെ ഒരു ക്ലാസ് നമ്മുടെ ചാനലിൽ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മാക്സിമം എല്ലാവരും കാണാൻ ശ്രമിക്കുക. ഓസ്കാറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം അടുത്ത ദിവസം നടക്കുന്ന പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്താണ്? മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള 97ാമത് ഓസ്കാർ അവാർഡ് ലഭിച്ചത് ഏത് ചിത്രത്തിനാണ്? ഐ ആം സ്റ്റിൽ ഹിയർ. ഇതൊരു ബ്രസീലിയൻ ചിത്രമാണ് കേട്ടോ. ബ്രസീലിയൻ ചിത്രമാണ്. അടുത്തത് ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടി നടന്നത് എവിടെയാണ്? നമ്മുടെ കൊച്ചി വെച്ചാണ് കേട്ടോ. അപ്പോൾ എന്താണ്? ഇൻവെസ്റ്റ് കേരളം ആഗോള നിക്ഷേപ ഉച്ചകോടി നടന്നത് എവിടെയാണ്? കൊച്ചിയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനമായ ഫോർട്ട് വില്യത്തിൻ്റെ പുതിയ പേരെന്താണ്? വിജയദുർഗ് ആണ് കേട്ടോ. വിജയദുർഗ്. അപ്പോൾ എന്താണ്? കൊൽക്കത്തയുടെ കിഴക്കൻ മേഖല ആസ്ഥാനമായ ഫോർട്ട് വില്യത്തിൻ്റെ പുതിയ പേരെന്താണ്? വിജയദുർഗ് ആണ്. ഈ ഫോർട്ട് വില്യം അഥവാ ഇപ്പോഴത്തെ വിജയദുർഗ് കൊൽക്കത്തയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രാജ്യത്തെ ആദ്യത്തെ വനിതാ സ്ക്യൂബ ഡൈവിംഗ് സംഘം ഏതാണെന്നാണ് വെച്ചാൽ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൻ്റെ ഗാനറ്റ്സ് ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്താണ്? നമ്മുടെ രാജ്യത്തെ തന്നെ ആദ്യത്തെ വനിതാ സ്ക്യൂബ ഡൈവിംഗ് സംഘമാണ് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ, അതായത് ഫയർഫോഴ്സിൻ്റെ ഗാനറ്റ്സ് എന്ന് പറഞ്ഞ സംഘടന കേട്ടോ. ഗാനറ്റ്സ് കേട്ടോ. അപ്പം ഒന്നുകൂടെ പറയാം, രാജ്യത്തെ ആദ്യത്തെ വനിതാ സ്ക്യൂബ ഡൈവിംഗ് സംഘം ഏതാണ്? കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൻ്റെ ഗാനറ്റ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഗ്യാനേഷ് കുമാർ. ഇന്ത്യയുടെ പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഗ്യാനേഷ് കുമാർ. സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതി ഏതാണ്? സമുദ്രയാൻ കേട്ടോ. അപ്പോൾ എന്താണ്? ഇന്ത്യയുടെ പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗ്യാനേഷ് കുമാറും അതുപോലെ തന്നെ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് സമുദ്രയാൻ. 2024 BBC ഇന്ത്യ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? മനു ഫാക്കർ ആണ് കേട്ടോ. അപ്പോൾ എന്താണ്? 2024 BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? മനു ഫാക്കർ ആണ്. കടമ്പനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം 2024 ലഭിച്ച ആർക്കാണ്? ഡോക്ടർ എം ലീലാവതി. കടമ്പനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ആർക്കാണ്? ഡോക്ടർ എം ലീലാവതി. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി വിവർത്തന പുരസ്കാരം മലയാളം വിഭാഗത്തിൽ നേടിയതാരാണ്? KV കുമാരനാണ് കേട്ടോ. KV കുമാരനാണ്. അപ്പോൾ KV കുമാരന് ലഭിക്കാൻ കാരണമായ കൃതി എന്ന് പറഞ്ഞാൽ എൽ ഭൈരപ്പയുടെ കന്നഡ നോവലായ യാനം എന്ന നോവൽ വിവർത്തനം, അതായത് ട്രാൻസ്ലേറ്റ് ചെയ്തതിനാണ് KV കുമാരന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം വിവർത്തന പുരസ്കാരം മലയാള വിഭാഗത്തിൽ ലഭിച്ചത് കേട്ടോ. അപ്പോൾ ഏതാണ് ആ കൃതി? ഏതാണ്? യാനം കേട്ടോ. എൽ ഭൈരപ്പയുടെ കന്നഡ നോവലായ യാനം വിവർത്തനം ചെയ്തതിനാണ് KV കുമാരൻ്റെ കേന്ദ്ര സാഹിത്യ അക്കാദമിയിലെ മലയാള വിഭാഗത്തിലെ വിവർത്തന പുരസ്കാരത്തിന് അവാർഡ് ലഭിച്ചത്. അടുത്ത ചോദ്യം. മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ് കേട്ടോ. അപ്പോൾ എന്താണ്? മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലോക ചെസ് കിരീടം ഇന്ത്യക്ക് വേണ്ടി നേടിയ താരം ഏതാണ്?
പ്രണവ് വെങ്കടേഷാണ്. സോറി, ലോക ജൂനിയറാണ്. നോട്ട് ചെയ്തോണേ, ലോക ജൂനിയർ ചെസ് കിരീടം ഇന്ത്യക്ക് വേണ്ടി നേടിയ താരം ഏതാണ്? പ്രണവ് വെങ്കടേഷാണ്. അപ്പോൾ നോട്ട് ചെയ്തോണേ, ഇപ്പോഴേ അങ്ങ് പഠിച്ചു പോകണേ, നോട്ട് ചെയ്ത് അങ്ങ് പഠിച്ചു പോകണേ. ലോക ജൂനിയർ ചെസ് കിരീടം ഇന്ത്യക്ക് വേണ്ടി നേടിയ താരമാണേ. അപ്പോൾ നോട്ട് ചെയ്തോണേ, ജൂനിയറാണേ, അതൊന്ന് കണക്ട് ചെയ്ത് പഠിക്കണേ. ലോക ചെസ് ചാമ്പ്യൻ നമ്മുടെ ഡി ഗുകേഷാണ്. അത് തമ്മിൽ തിരിഞ്ഞു പോകല്ല, അതിനുവേണ്ടിയാണ് ഞാൻ പറയുന്നത്. ലോക ജൂനിയർ ചെസ് കിരീടം നോട്ട് ചെയ്തോണേ, ലോക ജൂനിയർ ചെസ് കിരീടം ഇന്ത്യക്ക് വേണ്ടി നേടിയ താരം ഏതാണ്? പ്രണവ് വെങ്കടേഷാണ്. ജൂനിയർ വിഭാഗമാണേ, പ്രണവ് വെങ്കടേഷ്. അടുത്തത്, കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? നമ്മുടെ കൊച്ചിയിലാണ് കേട്ടോ. കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ചത് നമ്മുടെ കൊച്ചിയിലാണ്. ബഹിരാകാശത്ത് ഡോക്കിംഗ് നടത്തിയ 4ാമത്തെ രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. അപ്പോൾ ബഹിരാകാശത്ത് ഡോക്കിംഗ് നടത്തിയ 4ാമത്തെ രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. അടുത്തത്, കൃത്യമായ വിളവിവരങ്ങൾ ശേഖരിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനമാണ് ഡിജിറ്റൽ ക്രോപ്പ് സർവേ. എന്താണ്? കൃത്യമായ വിളവിവരങ്ങൾ നോട്ട് ചെയ്തോടെ, കൃത്യമായ വിളവിവരങ്ങൾ ശേഖരിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനത്തിൻ്റെ പേരാണ് ഡിജിറ്റൽ ക്രോപ്പ് സർവേ കേട്ടോ. ഡിജിറ്റൽ ക്രോപ്പ് സർവേ. അടുത്ത ചോദ്യം, ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന ക്യാമ്പയിൻ്റെ പേരാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ കേട്ടോ. അപ്പോൾ ലഹരിയൊന്നും ഇല്ലെങ്കിൽ എന്താണ്? ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ അല്ലേ? അപ്പോൾ കണക്ട് ചെയ്ത് പഠിച്ചോണേ, ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ ക്യാമ്പയിനാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ കേട്ടോ. രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലം ഏതാണ്? രാമേശ്വരത്തെ പുതിയ പാമ്പൻ പാലമാണ് കേട്ടോ. നോട്ട് ചെയ്തോണേ, രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലം ഏതാണ്? രാമേശ്വരത്തെ പുതിയ പാമ്പൻ പാലമാണ്. 2025 ഏപ്രിൽ 6 നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. അടുത്തതിന് നമുക്ക് നോക്കാം. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം ഏതാണ്? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമാണ് കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്തോണേ, ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം ഏതാണ്? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഇന്ത്യയിൽ ആദ്യമായി ATM സ്ഥാപിച്ച ട്രെയിൻ ഏതാണ്? പഞ്ചവടി എക്സ്പ്രസ് ആണ് കേട്ടോ. പഞ്ചവടി എക്സ്പ്രസ് ആണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ATM സ്ഥാപിച്ച ട്രെയിൻ ഏതാണ്? പഞ്ചവടി എക്സ്പ്രസ് ആണ്. ഇത് പ്രീവിയസ് ആയിട്ട് കഴിഞ്ഞ ദിവസം നടന്നൊരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് പഞ്ചവടി എക്സ്പ്രസിനെ കുറിച്ച്. അപ്പോൾ ഇനി ഇത് കണക്ട് ചെയ്ത് ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ പഞ്ചവടി എക്സ്പ്രസിൻ്റെ എവിടെ തൊട്ട് എവിടെ വരെയാണ് കണക്ട് ചെയ്യുന്നത് അതൊന്ന് പഠിച്ചു വെക്കണം. മഹാരാഷ്ട്രയിലെ മുംബൈ മുതൽ നാസിക്ക് വരെയാണ് ഈ പഞ്ചവടി എക്സ്പ്രസ് ഓടുന്നത് കേട്ടോ. മുംബൈ മുതൽ നാസിക്ക് വരെ. ക്ലിയർ ആണ്? അടുത്തത്, നിലവിലെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഇക്ബാൽ സിംഗ് ലാൽപുര കേട്ടോ. നിലവിലെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഇക്ബാൽ സിംഗ് ലാൽപുര. അടുത്ത, ലോക ബാങ്ക് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരാണ്? അജയ് ബംഗയാണ് കേട്ടോ. അപ്പോൾ അടുത്തിടെ ലോക ബാങ്ക് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരാണ്? അജയ് ബംഗ. പഹൽഗാമിലെ ഭീകരാക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേരെന്താണ്? ഓപ്പറേഷൻ സിന്ദൂർ കേട്ടോ. ഓപ്പറേഷൻ സിന്ദൂർ. അപ്പോൾ നമ്മളെ പഹൽഗാമിലെ 26 സാധാരണക്കാരെ തീവ്രവാദികൾ കൊന്നതിനുള്ള പ്രതികാരം എന്ന രീതിയിലുള്ള നടപ്പിലാക്കിയ ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ദൂർ. അപ്പോൾ എന്താണ്? പഹൽഗാമിലെ ഭീകരാക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടി ഏതാണ്? ഓപ്പറേഷൻ സിന്ദൂർ. അടുത്തത്, നോ ഹെൽമെറ്റ് നോ ഫ്യൂവൽ എന്ന നയം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ് കേട്ടോ. നോ ഹെൽമെറ്റ് നോ ഫ്യൂവൽ. ഹെൽമെറ്റ് ഇല്ലെങ്കിൽ ഫ്യൂവൽ ഇല്ല, പെട്രോൾ അടിക്കാൻ കൊടുക്കത്തില്ല. അത് പച്ചവെള്ളത്തിൽ പറഞ്ഞാൽ തന്നെ ഹെൽമെറ്റ് കൊണ്ടുവന്നില്ലെങ്കിൽ പെട്രോൾ അടിക്കാൻ കൊടുക്കത്തില്ല. അപ്പോൾ കണക്ട് ചെയ്തോണേ, നോ ഹെൽമെറ്റ് നോ ഫ്യൂവൽ എന്ന നയം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. അടുത്തത്, കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ഇന്ത്യയിലെ ആദ്യ ഗാലറി ആരംഭിച്ച എവിടെയാണ്? നമ്മുടെ കൊൽക്കത്തയിലാണ് കേട്ടോ. കൊൽക്കത്തയിലാണ്. നോട്ട് ചെയ്തോണേ, കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ഇന്ത്യയിലെ ആദ്യ ഗാലറി ആരംഭിച്ചത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കുറച്ച് ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ തയ്യാറാക്കിയത്. ഇനി പരീക്ഷയ്ക്ക് മുമ്പ് വേറൊരു ക്ലാസ് കൂടെ നമ്മൾ ഇടുന്നുണ്ട് ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻസിൻ്റെ. അപ്പോൾ അതിൽ കുറച്ചുകൂടെ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളൂടെ നമ്മൾ അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പം മാക്സിമം നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വെക്കണം. നിങ്ങളുടെ സപ്പോർട്ടാണെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ക്ലാസ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൂ. മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മാക്സിമം ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിൽ ബാക്കി കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്തുകൂടെ കൊടുക്കുക. മാക്സിമം സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പം അതുപോലെ തന്നെ ഈ ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻസിന് ഒരു ക്ലാസ് കൊണ്ട് നാളെ ഞാൻ ഇടുന്നുണ്ട്. നാളെ തന്നെ ഇടുന്നുണ്ട്. ഉടനെ തന്നെ നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ മാക്സിമം അതിനോടൊന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പം നമ്മൾ ഇന്ന് എടുത്ത ക്ലാസ്സിൽ നിന്നൊക്കെ നാളത്തെ ശനിയാഴ്ചത്തെ എക്സാമിന് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യങ്ങൾ വരും. അത് ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട. ഇതിനകത്തു നിന്നൊക്കെ ക്വസ്റ്റ്യനുകൾ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മുടെ ക്ലാസ് കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.